ഗുഡ് മോർണിംഗ്. ഞാനിത് വോയിസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബ്രഷ് ചെയ്തു, പിന്നെ ഒന്ന് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകി. പിന്നെ അതിനുശേഷം ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് ചെയ്തത്. സാധാരണ ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. ചായയുടെ ഒപ്പം സ്നാക്സ് ഒന്നും രാവിലെ കഴിക്കാറില്ല. ചായ മാത്രമാണ് കുടിക്കാറുള്ളത്. ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പുറത്തേക്ക് ഗാർഡനിലേക്കൊക്കെ ഇറങ്ങാറുള്ളത്. അപ്പം ഞാൻ ചായ എല്ലാം കുടിച്ചു. അതിനുശേഷം ജനവാതിലൊക്കെ തുറന്നു. ജനവാതിൽ തുറന്നിട്ട് ജനവാതിലിൻ്റെ അവിടെ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, അതായത് വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ ഫിലോഡെൻഡ്രനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ ലീഫ്, മണി പ്ലാന്റ് 2 പോട്ടിലുള്ളതിൻ്റെയും ഇലകൾ കേടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകൾ ഞാൻ പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് വെള്ളത്തിലിരിക്കുന്ന മണി പ്ലാന്റ്സ് ആണ്. നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ആഴ്ചയിൽ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. കാരണം ഇതിൻ്റെ വെള്ളം ഒന്നില്ലെങ്കിൽ അത് വെള്ളം ഡ്രൈ ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേരിനേക്കാൾ താഴെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ ഒരു 7 സമയമായിട്ടുണ്ട് രാവിലെ. ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഭൂമിയൊക്കെ നല്ല നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മുല്ലച്ചെടിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പൂത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായി ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിറയെ വള്ളികൾ പോയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ട്രിം ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ പൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു 10 എണ്ണമെങ്കിലൊക്കെ കിട്ടാറുണ്ട്. 10-15 കിട്ടാറുണ്ട്. മുല്ലപ്പൂ നല്ല മണമുള്ള മുല്ലപ്പൂവാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള മുല്ലപ്പൂവാണ്. പിന്നെ ഇതിൻ്റെ വീട്ടിലുള്ള തന്നെ വേപ്പിൻ്റെ തൈയാണ്. പക്ഷേ ഇതിൻ്റെ മേലെ എന്തോ തരം ഒരു കേട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലയിലൊക്കെ എന്തോ ഒരു വെള്ളത്തരം പ്രാണി വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇലയിലൊക്കെ ആകെ വെള്ളപ്പൊടികളൊക്കെ. അത് കാരണം ഇതാകെ മുരടിച്ച് ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് മെക്സിക്കൻ പെറ്റൂണിയ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ വൈറ്റും അതുപോലെ ലൈറ്റ് വയലറ്റും ആണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ ഇത് മൾബറിയുടെ ചെടിയാണ്. മൾബറി ഇപ്രാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് മൾബറി ഉണ്ടായി കഴിഞ്ഞ ശേഷം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കണം. ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും പുതിയ തളിരകളൊക്കെ വരും. അപ്പോൾ കുറേ കഴിയുമ്പോൾ കായ് പൂക്കാനും ഒക്കെ തുടങ്ങും. ഇതിപ്പോൾ ഈ കളറിൽ നമ്മളിത് എടുക്കാൻ പാടില്ല. കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളറാവും. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് പിന്നെ നാടൻ വെങ്കാറോസാണ്. ഇത് വൈറ്റും അതുപോലെ പിങ്കുമാണ് എൻ്റെ ഉള്ളത്. പിന്നെ രാവിലെ സാധാരണ ചോറാണ് കഴിക്കുന്നത്. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങാക്കറി ആണിത്. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് ഞാൻ ചെടികളൊക്കെ നനയ്ക്കാറുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലീഫ് കളക്ഷൻസാണ്. ഗ്ലോണിമയും ഫിലോഡെൻഡ്രോൺ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഒരു ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മയോണൈസ് അത്ര ടേസ്റ്റ് ഇല്ല, ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് അമ്മ പറഞ്ഞു ഞങ്ങൾ ബാക്ക് സൈഡിൽ ഇതിന് ഞങ്ങൾ പ്രഷർ ചീര എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല. ഇത് പൊട്ടിച്ച് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ടേക്ക് ഉപ്പേരി പോലെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൻ്റെ ഇല നല്ല ഇലയാണ്. ഞങ്ങൾ സാധാരണ വൈകിട്ടൊന്നുമില്ലെങ്കിൽ മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ ഈ ചീരയുടെ ഇലയാണ് കറി വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ. പിന്നെ അമ്മ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെ കഴുകി അരിഞ്ഞു കൊടുത്തു. പിന്നെ അമ്മ തന്നെ അത് ഉപ്പേരി വെക്കുകയാണ് ചെയ്തത്. ഉപ്പേരി വെക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് മുളക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അധികം നേരമൊന്നും വഴറ്റണ്ട, കുറച്ച് നേരം വഴറ്റി തന്നെ ഇത് റെഡി ആയിക്കോളും. അപ്പോൾ രാത്രി ചോറിൻ്റെ ഒപ്പം ഇത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.